ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അഹ സൂതേ സവ്യം തവ നയനമർക്കാത്മകതയാ ത്രിയാമാം വാമം തേ ശ്രീജതിരജനീ നായകതയാ തൃതീയാദേ ദൃഷ്ടിർദരദളിത ഹേമാംബുജ രുചിഃ സമാധത്തെ സന്ധ്യാ ദിവസ നിശയോരന്തര ചരീ. ഓം ശ്രീ മഹാദേവേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 48. അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ വലതുകണ്ണ് സൂര്യരൂപമാകൊണ്ട് പകലിനെ ഉണ്ടാക്കുന്നു, ഇടതുകണ്ണ് ചന്ദ്രരൂപമാകയാൽ രാത്രിയെ ഉണ്ടാക്കുന്നു. അല്പം വിടർന്ന സ്വർണ്ണ താമരപ്പൂവിന്റെ കാന്തിയോടുകൂടിയ മൂന്നാമത്തെ കണ്ണ് പകലിന്റെയും രാത്രിയുടെയും മധ്യയുള്ള സന്ധ്യയെയും ഉണ്ടാക്കുന്നു. രാത്രി, പകൽ, സന്ധ്യ എന്നത് എല്ലാ കാലത്തിനും ഉപലക്ഷണമാണ്. ദേവി കാലത്തിന് മുഴുവനും കാരണഭൂതിയാണ്. ദേവി കാലപരിച്ഛേദനങ്ങൾക്കുൾപ്പെട്ടവളല്ല എന്നറിയണം. അമ്മയായ ദേവി ജനന മരണങ്ങൾക്കും അതീതയായിരിക്കുന്നു. അമ്മ ശാശ്വത ശക്തിയാണ് എന്നാണ് താല്പര്യം. ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാര കർത്താക്കളായ ത്രിമൂർത്തികളെ തന്നെ സൃഷ്ടിക്കുന്നതും ദേവിയുടെ ഈ നേത്രങ്ങളാണെന്ന് 53-ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്. കൃപാകടാക്ഷ പ്രവാഹത്തിന് പ്രശസ്തി നേടിയ ദേവിയുടെ തൃക്കണ്ണുകളെ വെച്ചുകൊണ്ട് തന്നെ അനേക ദിവ്യനാമങ്ങൾ ദേവിക്കുണ്ട്. കാമാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി, നീലായതാക്ഷി, അഞ്ജനാക്ഷി എന്നിങ്ങനെ. ഇങ്ങനെ ദേവിയുടെ 3 നേത്രങ്ങളുടെയും മഹിമ ഈ ശ്ലോകത്തിലൂടെ വർണ്ണിച്ച് ദേവി കാലസ്വരൂപിണിയാണെന്നാണ് ആചാര്യർ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരുണ്യമൂർത്തിയായ അമ്മയ്ക്ക് നമസ്കാരം. ഞങ്ങൾക്ക് അമ്മയുടെ വാത്സല്യവും സാന്ത്വനവും സദാ ലഭിക്കുവാൻ അനുഗ്രഹിച്ചാലും. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.